പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി കൊടുത്തു ഇസ്ലാമിന്റെ ആവശ്യത്തിന് വേണ്ടി കൊടുത്ത് അവസാനം ഫക്കീറായി ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഫാത്താകാൻ സമയത്ത് ഹസ്രത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ഖദീജ ബിബി അസുഖത്തിൽ കിടക്കുന്ന സമയത്ത് ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് സലാം അറിയിച്ചുകൊണ്ട് അല്ലാഹു സലാം പറഞ്ഞിരിക്കുന്നു എന്നുള്ള വസ്തുതയുമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയാണ്. നിങ്ങൾ ആലോചിക്കണം പ്രിയപ്പെട്ട നമ്മുടെ സഹോദരിമാരെ, ഈ ഉമ്മത്തിൽ ഒരൊറ്റ സ്ത്രീക്ക് മാത്രമാണ് അള്ളാഹു നേരിട്ട് സലാം അറിയിച്ചിട്ടുള്ളത്. ഒന്നും കൂടി പറയാം, ഈ ഉമ്മത്തിൽ ഒരൊറ്റ സ്ത്രീക്ക് മാത്രമാണ് അള്ളാഹു നേരിട്ട് സലാം അറിയിച്ചിട്ടുള്ളത്. അതാണ് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ. ആ ഖദീജ ബീവിയുടെ അടുക്കൽ ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിയുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ആകാശത്തിന്റെ തമ്പുരാൻ, അങ്ങനെ തന്നെ ആ വാക്ക്, ആകാശങ്ങളുടെ മുഴുവൻ തമ്പുരാൻ ഖദീജ ബീവിക്ക് സലാം അറിയിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സലാമുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റൂമിലേക്ക് കയറിയപ്പോ അള്ളാഹു നിങ്ങൾക്ക് സലാം അറിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഖദീജ ബീവി അസുഖത്തിന്റെ അവസ്ഥയിൽ ഇരുന്നിട്ട് ചോദിച്ച ചോദ്യം, പനിച്ചു വരക്കുമ്പോഴും ചോദിച്ചത്, അള്ളാഹു എന്റെ പേരെടുത്ത് പറഞ്ഞോ എന്നൊന്ന് ചോദിക്കുമോ എന്നാണ്. ഖദീജ എന്ന പേര് എടുത്ത് ചോദിച്ചോ എന്നൊന്ന്, ആ പേരെടുത്ത് പറഞ്ഞോ എന്നൊന്ന് ചോദിക്കുമോ എന്നാണ്. ഉടനെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പേരെടുത്ത് ചോദിച്ചുവോ എന്ന് ചോദിച്ച സമയത്ത് അള്ളാഹു ആയത്തിറക്കുകയാണ്, ഞാൻ പറഞ്ഞ വാക്കിൽ സംശയം വേണ്ട, ഞാൻ പറഞ്ഞത് കൃത്യം തന്നെയാണ് എന്ന് അള്ളാഹു ആയത്തിറക്കി. എന്ന് പറഞ്ഞാൽ ഞാൻ നേരിട്ട് ഖദീജയുടെ പേര് പറഞ്ഞിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷം അറിയിക്കാൻ. ഈ സന്തോഷം അറിയിച്ചപ്പോ ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആയിഷ ബീവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവരുടെ വസ്ത്രം ഞാൻ നോക്കി, 28ഓളം തുന്നുകൾ ഉണ്ടായിരുന്നു അവരുടെ വസ്ത്രത്തിൽ. ഇത്രയും വലിയ സമ്പന്നയായിരുന്നിട്ടും 28ഓളം തുന്നുകൾ ഉണ്ടായിരുന്ന വസ്ത്രവും കൊണ്ട് ഫക്കീറായിട്ടായിരുന്നു ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്ന് പറയുമ്പോ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയാണ്, നിങ്ങൾ ഇപ്പോഴും അവരെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരച്ചിലിന്റെ വക്കിലെത്തി. കരയുകയാണ് എന്ന് തോന്നിയപ്പോ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, നിങ്ങൾ ഇപ്പോഴും അവരെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, ഇനി ലോകത്തിലെ ഒരു സ്ത്രീക്കും എന്റെ ഖദീജയെ പോലെ ആകാൻ കഴിയില്ല എന്ന് പറഞ്ഞൊരു വാക്ക്, നാളെ സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായി രണ്ടാളുകൾക്ക് ഭവനമുണ്ട്. അത് ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ ഏക സ്ത്രീയായ മറിയം ബീവിക്കാണ് ഒന്ന്. മറ്റൊന്ന് ഖുർആനിൽ അല്ലാഹു അങ്ങേയറ്റം വാഴ്ത്തി പറഞ്ഞ ഫിറഔന്റെ ഭാര്യ ആസിയ ബീവിക്കാണ്. കാരണം ആസിയ ബീവി ചോദിക്കുന്ന ചോദ്യം തന്നെ, ഈ ഫിറഔന്റെ ക്രൂരതയ്ക്ക് പകരമായി എനിക്ക് സ്വർഗത്തിൽ ഒരു ഭവനം നീ തരണമെന്നാണ്. അതുകൊണ്ട് ഏറ്റവും ഉന്നതമായ ഭവനം ആസിയ ബീവിക്കാണ്. ഇവരെ രണ്ടുപേരുടെയും ഭവനത്തിന്റെ ഇടക്ക് അള്ളാഹു അതിമനോഹരമായൊരു ഭവനം ഒരാൾക്ക് മാത്രമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. മറിയം ബീവിയുടെയും ആസിയ ബീവിയുടെയും മധ്യത്തിലായി സ്വർഗത്തിൽ ഏറ്റവും മനോഹരമായ ഭവനമുള്ളത് എന്റെ ഖദീജക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയേണ്ടത്, എന്നിട്ട് ആയിഷ ബീവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്. ഹദീസ് നിങ്ങൾ ശരിക്കൊന്ന് വായിച്ച് മനസ്സിലാക്കണം, ഉലമാക്കോട് ചോദിക്കണം. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താണെന്നറിയോ? നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ, ആയിഷ ബീവിനോടായി പറഞ്ഞത്. ആയിഷ ബീവിന്റേത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആയിഷ ബീവി ആരാണെന്ന്. അത്രയും മഹതിയായ ആയിഷ ബീവിനോടാ പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ഖദീജയുടെ പേരെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കുക, എന്റെ ഖദീജക്ക് കൂടി ഗുണം കിട്ടാൻ പ്രാർത്ഥിക്കുക. ആ ഒറ്റ കാരണത്താൽ അള്ളാഹു നിങ്ങളുടെ ദുആ കബൂലാക്കും. വാക്ക് നിങ്ങൾ അതിന്റെ ശക്തി ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ഖദീജക്ക് കൂടി റളിയല്ലാഹു തആല അൻഹ, അവർക്ക് കൂടി വേണ്ടി പ്രാർത്ഥിക്കുക. ആ ഒരു പേര് ഉച്ചരിച്ചതിന്റെ പേരിൽ ഹസ്രത്ത് ഷാ വലിയുള്ള മുഹദ്ദിസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഞാൻ എന്റെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഖദീജ ബീവിയുടെ പേരെടുത്ത് പറയാറുണ്ട്. കാരണം ഖദീജ ബീവിയുടെ പേരെടുത്ത് പറഞ്ഞാൽ അതിന് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയേണ്ടത്, ഈ ഒരു പാവം സ്ത്രീക്ക് ഇത്രമാത്രം പ്രാധാന്യം കൊടുത്തത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോ നമ്മൾ ശരിക്കും മനസ്സിലാക്കണേ. ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ വഫാത്താകുന്ന സമയത്ത് സദഖയും സകാത്തും പിന്നെ ഏത് നോമ്പും വന്നിട്ടില്ല. പിന്നെ ഹജ്ജ് ഫർളാക്കപ്പെട്ടിട്ടില്ല. അഥവാ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പേ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട് ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ. എന്നിട്ടും ഇത്ര വലിയ മഹത്വമുണ്ടായത് എന്തുകൊണ്ടെന്നാൽ അത് ഈ സപ്പോർട്ടാണ്. എല്ലാ അവസ്ഥയിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ ആർക്കും വേണ്ടാത്ത സമയത്ത് എല്ലാവരും എന്നെ തള്ളിയപ്പോ
എന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയപ്പോ ഏറ്റവും പ്രയാസമേറിയ കാലഘട്ടത്തിൽ പോലും എന്നോട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിന്നത്, എന്നെ പിന്താങ്ങി നിന്നത് എന്റെ ഖദീജ മാത്രമാണ് എന്ന് റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം.